ഹായ് ഓൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓർഡർ വരിക, എങ്ങനെയാണ് ഓർഡർ ഇടുക, ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ആണിത്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ഒരു ഹായ് അയക്കുന്നു, എന്ത് മെസ്സേജ് വേണമെങ്കിലും അയക്കാം കേട്ടോ. അതിപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക്കലി ഹായ് ആണ് സെറ്റ് ചെയ്തേക്കണം. ഓക്കെ, ഹായ് അയക്കുന്നു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, അവർക്ക് ലിങ്ക് പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർഡർ ഡെമോ. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓർഡർ നൗ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഡെലിവറി ആണോ ടേക്ക് അവേ ആണോ എന്ന് സെലക്ട് ചെയ്യുന്നു, ഡെലിവറി കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഡ്രസ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അല്ലാത്തവർ നേരെ കയറുമ്പോൾ തന്നെ ആദ്യമേ അഡ്രസ്സ് ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ഓർഡർ കൊടുക്കുന്നു, ഐറ്റംസ് കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നു, ഓർഡർ ടൈപ്പ് ഏതാണെന്ന് നോക്കുന്നു, ഇവിടെ പേര് അടിച്ചു കൊടുക്കണം. പേര് മാൻഡേറ്ററി ആയിട്ട് വെക്കാം, അല്ലാതിരിക്കാം. ഓക്കെ, നേരെ പ്ലേസ് ഓർഡർ ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിൻ ഡാഷ്ബോർഡിലും കൂടി വന്നേക്കാണ്. ഓക്കെ, ഓർഡർ നമ്മൾ കസ്റ്റമറിൻ്റെ നിന്ന് ചെയ്തു. നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ലിങ്ക് തരണുണ്ടാവും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും പറഞ്ഞാൽ. ടോപ്പ് റൈറ്റിലുള്ളത് ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ്റെ ഇത് വരും. ജസ്റ്റ് ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുക. ഇമെയിലും പാസ്വേഡും നമ്മൾ തരണുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഇൻഫോം ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സൈൻ ഇൻ ചെയ്തു. ഓക്കെ, സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ ഇവിടെ വരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഓർഡർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓർഡേഴ്സ് കംപ്ലീറ്റ് അല്ലാത്ത എല്ലാ ഓർഡേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കസ്റ്റമറിൻ്റെ ഫോണിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജസ് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഓരോ ഡെമോൻ്റെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ നമ്പറിൽ നിന്നാണ് ഓർഡർ ചെയ്തത്, ഓട്ടോമാറ്റിക്കലി റിസീവ് ആയതും വന്നു, അക്സെപ്റ്റഡ് ആയിട്ടും വന്നു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, മാർക്കസ് റെഡി കൊടുക്കാം. ഇനിയിപ്പോൾ ഡിസ്പാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഡെലിവറി ബോയ്സിന് നമുക്ക് ഓൾറെഡി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഡെലിവറി ബോയിനെ ആഡ് ചെയ്യുന്നു, അസൈൻ ചെയ്തു. അപ്പോൾ അസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡെലിവറി ബോയിൻ്റെ ആപ്പിലും നോട്ടിഫിക്കേഷൻ വരും. ഇനിയിപ്പോൾ എനിക്ക് ഓർഡേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പോയി. ഇനി എനിക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ എവിടെ നിന്ന് കാണാൻ പറ്റും, ഇവിടെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഓർഡറും എന്തൊക്കെ സ്റ്റാറ്റസ് ആണ് കാര്യങ്ങൾ നടന്നതെന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ ഓർഡർ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സ്ട്രാ കാര്യം കൂടി, നമുക്ക് ഡെലിവറി ബോയ്സിൻ്റെ ഇവിടെ പോയിട്ട് നമുക്ക് ഡെലിവറി ബോയിനെ ആഡ് ചെയ്ത് കൊടുക്കാം. പെറ്റ് പൂജ യൂസ് ചെയ്യണമെങ്കിൽ പെറ്റ് പൂജയിലും ആഡ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പ്ലസ് മെനു ഐറ്റംസിന് നമുക്കിവിടെ മെനു മാനേജ്മെൻറ്റിൽ പോവുക. ഇവിടെ കാറ്റഗറീസ് ഉണ്ടാവും, കാറ്റഗറീസ് ക്ലിക്ക് ചെയ്താൽ ഐറ്റംസ് ഉണ്ടാവും. ജസ്റ്റ് ഇവിടെ എഡിറ്റ് കൊടുക്കുന്നു. നമുക്ക് ഐറ്റംസ് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനെങ്കിൽ കൊടുക്കുന്നു. ജസ്റ്റ് സേവ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഐറ്റംസ് സേവ് ആവാൻ പറ്റും. ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ മെനു അവൈലബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റ് പൂജയൊന്നും ചെയ്യാം, പെറ്റ് പൂജ യൂസർ ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ഐറ്റം അവൈലബിലിറ്റിയിൽ വന്നിട്ട് ഓൺ ഓഫ് കാര്യങ്ങൾ ചെയ്താൽ മതി.